എക്സാ ഫോക്കസ് നരേറ്റീവാണ്. 3 ചോദ്യങ്ങളവിടെ റെഫർ ചെയ്യുന്നു. ഒന്ന്, അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിലെ കോബ്ര, ദാറ്റ് ഈസ് സ്നേക്ക് മംഗൂസ് ഫൈറ്റ്. മരത്തിൻ്റെ പകുതിയോളം ഉയരത്തിൽ കെട്ടി ഉയർത്തിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് റസ്കിൻ ബോണ്ട് എന്ന കുട്ടി അന്ന് കണ്ട ആ കാഴ്ച അത് കഥയാക്കി വന്നപ്പോൾ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ വായിച്ചു പഠിച്ച ആ ഭാഗം നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ ശൈലിയിൽ നിങ്ങളത് പുനരാഖ്യാനം ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ഈ നാരേറ്റീവ്. നിങ്ങൾ വായിച്ച കഥ, അതിൽ കണ്ട ആ ഫൈറ്റ്, ആ ഹൊറിബിൾ ടെറിബിൾ ഫൈറ്റ്, അത്യന്തം ഭീകരമായ ആ യുദ്ധം, ആ മംഗൂസും കോബ്രയും തമ്മിലുള്ള സ്ട്രഗിൾ നിങ്ങൾ മറ്റാർക്കെങ്കിലും, ഇതിപ്പം പരീക്ഷാ പേപ്പർ നോക്കുന്ന ഇൻവിജിലേറ്റർക്ക് അല്ലെങ്കിൽ എക്സാമിനർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നിങ്ങളൊരു കഥ പറയുന്ന രീതിയിൽ പരീക്ഷയ്ക്കാണോ അല്ലയോ എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. നിങ്ങൾ കഥ പറയുന്ന രീതിയിൽ അത് തിരിച്ച് നിങ്ങളുടെ ഭാഷയിൽ പറയുന്നു. ഓക്കെ? യെസ്. Imagine that you have witnessed the furious fight between the mongoose and the snake. കീരിയും പാമ്പും തമ്മിലുള്ള ആ യുദ്ധം നിങ്ങൾ കണ്ടു, നിങ്ങളതിന് സാക്ഷ്യം വഹിച്ചു എന്ന് സങ്കല്പിക്കുക. Narrate the same in your own words. അത് നിങ്ങളുടെ വാക്കുകളിൽ പുനരാഖ്യാനം നടത്തുക. Answer. One afternoon, the boy was sitting on the platform halfway up the banyan tree. ഉച്ച കഴിഞ്ഞ ഒരു ദിവസം കുട്ടി ആൽമരത്തിൽ അതിന് പകുതിയോളം ഉയരത്തിലെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു. He could see a hairy mongoose and a huge cobra started a furious fight. അപ്പോഴാണ് അവൻ താഴെ ഒരു ഭീകരമായ കാഴ്ച കണ്ടത്. ശരീരം നിറയെ രോമമുള്ള ഒരു കീരിയും വലിയ വലുപ്പമുള്ള ഒരു മൂർഖനും അവർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ബോത്ത് ഓഫ് ദം വേർ സ്കിൽഫുൾ ഫൈറ്റേഴ്സ്. ഒരർത്ഥത്തിൽ രണ്ടുപേരും ഏറെ പ്രാപ്തിയുള്ള യോദ്ധാക്കളാണ്. അറ്റ് ഫേസ്റ്റ് ദ കോബ്ര ബിഗാൻ ടു സ്ട്രൈക്ക്. ആദ്യം ആക്രമണം ആരംഭിച്ചത് മൂർഖനാണ്. ദ മംഗൂസ് ട്രിക്കിലി അവോയ്ഡഡ് ഇറ്റ്. കീരിയാകട്ടെ സമർത്ഥമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അറ്റ് ദ സെയിം ടൈം ഹി ട്രൈഡ് ടു അറ്റാക്ക് ദ കോബ്ര. അതേസമയം അവൻ കോബ്രയെ ആക്രമിക്കാനും ശ്രമിച്ചു. ഇൻ ടേൺ ദ കോബ്ര ഡാർട്ടഡ് ഔട്ട് ഓഫ് റീച്ച്. അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ കോബ്ര അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ദ സ്നേക്ക് സ്ട്രക്ക് അഗെയിൻ. പാമ്പ് വീണ്ടും കൊത്തി, സ്ട്രോങ്ലി, ശക്തമായിട്ട് തന്നെ. ബട്ട് ഇറ്റ് വാസ് മിസ്ഡ്. പക്ഷെ ആ കൊത്തു ഏറ്റില്ല. ദ കോബ്ര ഫെൽറ്റ് കൺഫ്യൂസ്ഡ്. അവനിങ്ങനെ പകച്ചു നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. വൈൽ ഹി വാസ് പ്ലാനിങ് ദി നെക്സ്റ്റ് സ്ട്രൈക്ക്. അടുത്ത ആക്രമണം എങ്ങനെ വേണമെന്ന് അവൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കെ ദ മംഗൂസ് അൺഎക്സ്പെക്റ്റഡ്ലി അറ്റാക്ക്ഡ്. ATTACK വരെ എത്തിയിട്ടുള്ളൂ, ഡി കൂടെ അവിടെ ചേർക്കുക. അറ്റാക്ക്ഡ് കോബ്ര, മംഗൂസ് അൺഎക്സ്പെക്റ്റഡ്ലി അറ്റാക്ക്ഡ്. ATTACKED. ഹാൻഡ് റിട്ടൺ ആണ്, അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ തന്നെ വായിച്ച് പറഞ്ഞു തരുന്നത്. അറ്റാക്ക്ഡ്
ദ സ്നേക്ക് അറ്റ് ഇറ്റ്സ് ബാക്ക്. അങ്ങനെ അവൻ ആ അടുത്ത ആക്രമണം പദ്ധതി ഇട്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കീരി പാമ്പിനെ ആക്രമിച്ചു. ആൻഡ് ബിഗാൻ ടു ബ്ലീഡ്. അവൻ്റെ ശരീരത്തു നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. ഹി വാസ് ബിക്കമിങ് വീക്ക്. അങ്ങനെ ആ ആക്രമണം മൂലം, അതിന് വീണ്ടുമുള്ള ആക്രമണം മൂലം പാമ്പ് ക്ഷീണിക്കാൻ തുടങ്ങി. വിതൗട്ട് ഡിലേ, ഒട്ടും വൈകാതെ, എഗെയിൻ ദ മംഗൂസ് ജംപ്ഡ് ഓൺ ദി സ്നേക്ക്. വീണ്ടും അതാ മംഗൂസ്, കീരി, പാമ്പിൻ്റെ ശരീരത്തിലേക്ക് ചാടി വീണു. ആൻഡ് ബിറ്റ് വിത്ത് സ്നൗട്ട്. അവൻ്റെ ആ കൂർത്ത മുഖം കൊണ്ട്, പല്ലുകൊണ്ട് പാമ്പിനെ കടിച്ചെടുത്തു. ദ കോബ്ര ഫെൽറ്റ് റിഗിൾഡ് വിത്ത് പെയിൻ. പാമ്പ് വേദന കൊണ്ട് പൊളഞ്ഞുപോയി. ഫൈനലി, ഒടുവിൽ ദി മംഗൂസ് ഡിഫീറ്റഡ് ദി കൊബ്ര. ഒടുവിൽ കീരി പാമ്പിനെ കീഴടക്കി. ആൻഡ് ഗ്രിപ്ഡ് ഓൺ ദി ഹുഡ്. അവൻ്റെ പത്തിയുടെ ആ മുകളിൽ തന്നെ കടിച്ചെടുത്തു ഓഫ് ദ സ്നേക്ക്. ആൻഡ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദി നിയറസ്റ്റ് ബുഷസ്. അവനെയും വലിച്ചിഴച്ചുകൊണ്ട് അടുത്ത പൊന്തക്കാട്ടിനുള്ളിലേക്ക് പോയി മറിഞ്ഞു. സോ ദിസ് ഈസ് ദ നാരേഷൻ ഓഫ് ദാറ്റ് പാർട്ട് ഓൺലി. അപ്പം നമ്മളോട് ചോദിക്കുന്ന ഈ 6-7 മാർക്കിൻ്റെ ഈ നാരേറ്റീവ്, അത് എന്താണ് പറയുന്നത് എന്ന് ആ ഭാഗം ഒന്ന് റെഫർ ചെയ്ത് കൊടുത്താൽ മതി. ഇത് പൂർണ്ണമായിട്ടും മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു രീതിയാണ്. വായിച്ചിടാനാണ് മാഷ് പറഞ്ഞത്, ബൈഹാർട്ട് പഠിക്കാനല്ല. വായിച്ച് ഇട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇതൊന്നും ഏറെ വേർഡ് ബൈ വേർഡായിട്ട് എവാലുവേറ്റ് ചെയ്ത് മാർക്കിടുന്നതല്ല. നേരെമറിച്ച് യു ഹാവ് ടു ഷോ ദാറ്റ്. നിങ്ങൾ കാണിച്ചു കൊടുക്കണം, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. യു ക്യാൻ റൈറ്റ് ഇറ്റ്. യെസ്, ദ നെക്സ്റ്റ് വൺ. യെസ്, ദ സെക്കൻഡ് വൺ, സ്നേക്ക് ഫോളോയിങ് ഇവൻറ്റ്സ്. സ്നേക്ക് ആൻഡ് മിറർ. നോക്കുക, narrate the events in the story Snake and Mirror in your own words. The homeopath was practicing in a village place. ഒരു നാട്ടിൻപുറത്താണ് ഹോമിയോ ഡോക്ടർ പരിശീലനം നടത്തിയിരുന്നത്. He lived in a small room of an old house. ഒരു പഴയ വീട്ടിലെ ചെറിയ മുറിയിലാണ് താമസം. The room was also the residence of rats. എലികളുടെ വാസകേന്ദ്രമാണ് ആ മുറി. ഇറ്റ് വാസ് ഇൻ ഇലക്ട്രിഫൈഡ്. വീട് വൈദ്യുതീകരിച്ചതല്ല. വൺ നൈറ്റ് ദ ഹോമിയോപത്ത് റിട്ടേൺഡ് ഹിസ് റൂം ടു ലേറ്റ്. ഒരു നാൾ അദ്ദേഹം അല്പം വൈകിയാണ് മുറിയിലെത്തിയത് ഭക്ഷണം കഴിച്ചിട്ട്. ഇറ്റ് വാസ് എ സമ്മർ നൈറ്റ്. അതൊരു വേനൽക്കാല രാത്രിയായിരുന്നു. വെൻ he returned the room, he heard some sound. എന്തോ ചില ഒച്ചകൾ കേട്ടുകൊണ്ടാണ് അദ്ദേഹം മുറിയിലേക്ക് കടന്നു വന്നത്. He murmured. അദ്ദേഹം ഇങ്ങനെ സ്വയം പിറുപിറുത്തു. ഓ, അഗ്ലി റാറ്റ്സ്, വൃത്തികെട്ട എലികൾ. വാട്ട് എ നോയ്സൻസ്, എന്തൊരു ശല്യം. ഇങ്ങനെയൊക്കെ നാരേറ്റീവിൽ എഴുതാം. He lighted the kerosene lamp. അയാൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ആൻഡ് അറേഞ്ച്ഡ് ഹിസ് ബെഡ്. കിടക്ക തയ്യാറാക്കി, ഒരുക്കി വെച്ചു. ആസ് ഇറ്റ് വാസ് ടു ഹോട്ട്, ചൂട് ഏറെ ഉള്ളതിനാൽ ഹി കുഡിൻറ്റ് സ്ലീപ്പ്. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. എഗെയിൻ ഹി വെൻ്റ് ഔട്ട് ഫോർ സം എയർ. ഒന്ന് കാറ്റ് കൊള്ളാനായിട്ട് അയാൾ പുറത്തേക്ക് പോയി. ബട്ട് ദ ഗോഡ് ഓഫ് വിൻഡ് ഡിഡിൻറ്റ് ബ്ലെസ് ഹിം. പക്ഷേ വായുദേവൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചില്ല. യെസ്, ഹി കെയിം ബാക്ക് ആൻഡ് സാറ്റ് നിയർ ദി ടേബിൾ. അദ്ദേഹം തിരിച്ചു വന്ന് മേശക്കരികിലിരുന്നു. ദർ വാസ് എ മിറർ കെപ്റ്റ് ഓൺ ദി ടേബിൾ. മേശപ്പുറത്തിൽ കണ്ണാടി കൂടി ഉണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് ഇറ്റ്. അദ്ദേഹം അതിലേക്ക് നോക്കി. ഹിസ് ഫേസ് റിഫ്ലക്റ്റഡ് ഇൻ ദ മിറർ. തൻ്റെ മുഖം കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു. ഹി ഫെൽറ്റ് പ്രൗഡ് ഓഫ് ഹിം.
തന്നെ പറ്റി തന്നെ അദ്ദേഹത്തിന് നല്ല അഭിമാനം തോന്നി. ഹി എവാലുവേറ്റഡ് ഹിസ് ഫിഗർ. ആഹാ, തൻ്റെ രൂപം അദ്ദേഹം തന്നെ ഒന്ന് വിലയിരുത്തി. ഐ ആം ക്വൈറ്റ് ഹാൻസം. ഞാൻ നല്ല ചന്തമുള്ള സുന്ദരൻ തന്നെ. ഐ വാണ്ട് ടു കീപ്പ് ഇറ്റ് അപ്പ്. ഈ സൗന്ദര്യം എനിക്ക് കാത്തു സൂക്ഷിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഡൻലി സംതിങ് ഫെൽ ബിഹൈൻഡ് ഹിസ് ചെയർ. തൻ്റെ കസാരയ്ക്ക് പിറകെ എന്തോ ഒന്ന് വീടെന്ന് വെച്ച് കേട്ടു. ഹി ഡിഡ്ന്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഹായ്, അതെന്ത് നോക്കാനാണ്? അദ്ദേഹം ശ്രദ്ധിച്ചില്ല. വിത്തിൻ മിനിറ്റ്സ് സംതിങ് മൂവ്ഡ് ഓൺ ഹിസ് ബാക്ക്. പെട്ടെന്ന് 1-2 മിനിറ്റുകൾക്കുള്ളിൽ എന്തോ ഒന്ന് തൻ്റെ ശരീരത്തിലേക്ക് ഇഴഞ്ഞു കയറുന്നതായിട്ടും ഇറ്റ് റീച്ച്ഡ് ഹിസ് ഷോൾഡേഴ്സ്. അത് തൻ്റെ ഷോൾഡറിലെത്തിയതായിട്ടും ആൻഡ് സെറ്റ് ദർ. ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അദ്ദേഹം അതിനെ നോക്കി. ഓ ഗാഡ്, ഇറ്റ് വാസ് എ കോബ്ര. ദൈവമേ, അതൊരു മൂർഖൻ പാമ്പായിരുന്നു. ഇഫ് ഹി മൂവ്ഡ് ഇറ്റ് വുഡ് ബൈറ്റ് ഹിം, സ്ട്രൈക്ക് ഹിം. രണ്ടും ഒന്ന് തന്നെ. അഥവാ അനങ്ങുകയാണെങ്കിൽ പാമ്പ് അദ്ദേഹത്തെ കൊല്ലും. ഹി സാറ്റ് ലൈക്ക് എ സ്റ്റാച്യു. അദ്ദേഹം അവിടെ ഒരു പ്രതിമ പോലെ ഇരുന്ന് പോയി. ആഫ്റ്റർ സം ടൈം ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ് ടുവേർഡ്സ് ദി മിറർ. അത്രയും നമുക്ക് ഇവിടെ പറയുന്നുള്ള ഏറെ ഇൻസിഡൻസ് ഒന്നും പറയാൻ പറ്റില്ല. അല്പനേരം അങ്ങനെ ഇരുന്ന് അദ്ദേഹത്തെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയതിന് ശേഷം പാമ്പ് അതിൻ്റെ നോട്ടം കണ്ണാടിയിലേക്ക് കൊടുത്തു. പെർഹാപ്സ്, ഒരു പക്ഷേ, ആസ് ദ ഹോമിയോപ്പത്ത്, നമ്മുടെ ഈ ഹോമിയോപ്പതി ഡോക്ടറെ പോലെ തന്നെ, ടു എൻജോയ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, പാമ്പും അവൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനായിട്ട് ദ സ്നേക്ക് മൂവ്ഡ് ടുവേർഡ്സ് ദി മിറർ. പാമ്പ് മെല്ലെ കണ്ണാടിയുടെ അടുത്തേക്ക് നീങ്ങി. ഇറ്റ് സ്ലോലി ക്രപ്റ്റ് ഓൺ ടു ദ ടേബിൾ. അവൻ മെല്ലെ അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ട് ആ മേശപ്പുറത്തേക്ക് കയറി. ദ ഹോമിയോപ്പത്ത് റാൻ അവേ ഔട്ട്. കിട്ടാൻ ആ സെക്കൻഡിൽ അദ്ദേഹം ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ദ നെക്സ്റ്റ് മോർണിംഗ് വെൻ ഹി വെൻറ്റ് ടു ടേക്ക് ഹിസ് ബിലോങ്ങിങ്സ്, അടുത്ത ദിവസം തൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നപ്പോൾ എവറിത്തിങ് ഹാഡ് സ്റ്റോളൻ. അതൊക്കെ ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയിരുന്നു. എക്സെപ്റ്റ് ഹിസ് ഓൾഡ് ഡേർട്ടി വെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പഴയ ജീർണിച്ച ബനിയൻ ഒഴികെ. മൂന്നാമത്തേത് റീബർത്ത് ഓഫ് യങ് ബോയ്. Suppose Dr. Cronin narrates all the incidents means സംഭവങ്ങൾ to one of his friends. ഈ കാര്യങ്ങളൊക്കെ നടന്ന് അദ്ദേഹം പ്രസ്തുത സംഭവം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ ഒരാളോട് പറയുന്നു എന്ന് കരുതുക. ഹൗ ഇറ്റ് വുഡ് ബി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് പറയുന്ന ആ സംഭവ കാര്യം, ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ കാര്യം എങ്ങനെയായിരിക്കും അദ്ദേഹം പറയുക? നരേറ്റീവ്. മൂന്നാമത്തത് ദ റീബർത്ത് ഓഫ് എൻ ഓർഫൻ ബോയ്. ഒരു അനാഥ കുട്ടിയുടെ പുനർജന്മം. ടൈം വാസ് അബൌട്ട് മിഡ് നൈറ്റ്. സമയം ഏതാണ്ട് പാതിരാത്രിയായിരുന്നു. ഐ വാസ് ലൈയിങ് ഇൻ മൈ ബെഡ്. ഞാൻ എൻ്റെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ദെൻ ഐ കുഡ് ഹിയർ ദി നോക്കിംഗ് അറ്റ് മൈ ഡോർ. അപ്പോഴാണ് എൻ്റെ വാതിൽ ഒരു മുട്ട് കേട്ടത്. ഇറ്റ് വാസ് എ പോലീസ് സർജൻറ്റ്. അതൊരു പോലീസ് സർജൻ്റ് ആയിരുന്നു. ഹി റിക്വസ്റ്റഡ് മീ ടു അക്കമ്പനി ഹിം. അക്കമ്പനി കൂടെ പോവുക. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു. ടു അറ്റൻഡ് എ സൂയിസൈഡ് അറ്റംപ്റ്റ്. ടു അറ്റൻഡ് ATTEND. ടു അറ്റൻഡ് an attempt ശ്രമം. ഏത് ശ്രമം? ആത്മഹത്യാ ശ്രമം ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് എ യങ് ബോയ് ഓഫ്, ഇറ്റ് വാസ് എ വേണം കേട്ടോ അവിടെ, അതിലേ ഇല്ല. ഇറ്റ് വാസ് എ യങ് ബോയ് ഓഫ് 15 years. അത് 15 വയസ്സുള്ള ഒരു ചെറിയ ബാലനായിരുന്നു. ഹി വാസ് ലൈങ് അൺകോൺഷ്യസ്ലി. അവൻ അൺകോൺഷ്യസ്. അവൻ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. ദാറ്റ് ബോയ് വാസ് റിയലി എൻ ഓർഫൻ. സത്യത്തിൽ അവൻ ഒരു അനാഥനാണ്. ഹി വാസ് ലിവിങ് ഇൻ എൻ ഓൾഡ്
സ്മോൾ റൂം. അറ്റിക് എന്നാണ് അവിടെ ഉള്ളത്. അറ്റിക് എന്ന വാക്ക് മാഷ എടുത്തിട്ടില്ല, മാറ്റി പറഞ്ഞതാണ്. അവൻ ഒരു പഴയ ചെറിയ മുറിയിലാണ്, വാടക മുറിയിലാണ് താമസം. ദി ലാൻഡ് ലേഡി വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർവേ. ആ കടന്നു ചെല്ലുന്ന വഴിയിൽ തന്നെ അതിൻ്റെ ആ വീട്ടുടമ ഉണ്ടായിരുന്നു. വെൻ വി എൻറ്റേർഡ് ദ റൂം, ഞാനും സർജൻറ്റും മുറിയിലേക്ക് കടന്നപ്പോൾ ഐ റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് എ സൂയിസൈഡ് അറ്റംപ്റ്റ് ഓഫ് ദി. എന്തുകൊണ്ടാണ് സൂയിസൈഡ് അറ്റംപ്റ്റ്? അവിടെ ഉള്ള ആ ഗ്യാസിൻ്റെ സ്മെല്ല് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി അതൊരു ആത്മഹത്യ ശ്രമമാണെന്ന്. ഇറ്റ് വാസ് എ സൂയിസൈഡ് അറ്റംപ്റ്റ്. ദി സ്മെൽ ഓഫ് കുക്കിംഗ് ഗ്യാസ് വാസ് സ്പ്രെഡ്. അവിടെ മുഴുവൻ കുക്കിംഗ് ഗ്യാസിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. ഇൻ ദി സറൗണ്ടിങ് ഓൾസോ, ചുറ്റുപാടിലും. ഹി വാസ് അറ്റ് ദ എഡ്ജ് മീൻസ് വർക്ക് ഓഫ് ഡെത്ത്. അവൻ മരണപത്രത്തിലായിരുന്നു. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു സേവ് ഹിം ഹിസ് ലൈഫ്. അവൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പോയിസണസ് ഗ്യാസ് ഹാഡ് ഓൾറെഡി ഡിസ്ട്രോയിഡ് ഹിസ് ലൈഫ് ബ്രീത്ത്. അവൻ്റെ പ്രാണവായുവിനെ പോലും ജീവനെ പോലും അത് നശിപ്പിച്ചിരുന്നു. ഐ പ്രസ്ഡ് ഹിസ് ചെസ്റ്റ് ആൻഡ് സ്റ്റൊമക്ക്. ഞാൻ അവൻ്റെ മാറിടത്തിലും വയറ്റിലുമൊക്കെ അമർത്തി ആ വായു ഗ്യാസൊക്കെ പുറത്തേക്ക് വിട്ടു. ഫോർ എൻ അവർ ഐ ഗേവ് ഹിം ആർട്ടിഫിഷ്യൽ ബ്രീത്ത്. അങ്ങനെ ഞാൻ അവന് കൃത്രിമ ശ്വാസം കൊടുത്തു കുറേ നേരം. ഇൻഫാക്റ്റ് ഐ ഗോട്ട് ടയേർഡ്. സത്യത്തിൽ ഞാൻ ക്ഷീണിച്ചു പോയി. ആഫ്റ്റർ 1.5 അവർ ഹാർഡ് വർക്ക്, 1.5 മണിക്കൂർ നേരത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് ഐ കുഡ് സീ എ ലൈറ്റ് ചേഞ്ച്. ഞാൻ ഒരു നേരിയ മാറ്റം അവനിൽ കണ്ടത്. യെസ്, ഹിസ് ബോഡി ബിഗൻ ടു റെസ്പോണ്ട്. അതെ, 1.5 മണിക്കൂറിന് ശേഷം അവൻ്റെ ശരീരം പ്രതികരിച്ചു തുടങ്ങി. ഹി ടുക്ക് ബ്രീത്ത്. അവൻ ശ്വാസമെടുത്തു. ഫൈനലി ദ പുവർ ബോയ് സാറ്റ് അപ്പ്. ഒടുവിൽ ആ കുട്ടി എഴുന്നേറ്റിരുന്നു. ഐ താങ്ക് ദ ഗോഡ് ഫോർ പ്രൊവൈഡിങ് ഹിം റീബർത്ത്. അവന് വീണ്ടും ജീവിതം കൊടുത്തതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ഇത്ര മാത്രമേ ഈ സാധനത്തിൽ, ഈ ചോദ്യത്തിന്, അതായത് കഥ മുഴുവൻ വലിച്ചു വാരി നമുക്കവിടെ എഴുതാൻ പറ്റില്ല. നമുക്കെന്ത് തന്ന ടോപ്പിക് എന്താണെന്ന് നോക്കുക. ഇവിടെ ആ കുട്ടിക്ക് പുനർജന്മം കൊടുത്ത ആ അവസ്ഥയാണ് ഡോക്ടറാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് അത് മതി. അതുപോലെ ഇവിടെ സ്നേക്ക് ഫോളിങ് ഇൻസിഡൻറ്റ് ഏകദേശം നമ്മൾ മുഴുവൻ ആ രീതിയിൽ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു. എന്നാലിതാ മംഗൂസ് കോബ്ര ഫൈറ്റ് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് നാരേറ്റീവ് എളുപ്പമാണ്. അതിനൊന്ന് മനസ്സിലാക്കി വെച്ചാൽ വായിച്ചിടുക. ഇതേമാതിരി ഞാൻ ഫോക്കസ് ക്വസ്റ്റ്യൻ സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിലുള്ള മറ്റ് ചോദ്യങ്ങളും നോക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ, എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ മാഷ് എടുത്ത് വരിക, മാഷ് പറഞ്ഞു തരും ബാക്കിയുള്ള ചോദ്യങ്ങളും. ഓക്കെ, താങ്ക് യു.